നമസ്കാരം. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി IB ഉദ്യോഗസ്ഥയായ എയർപോർട്ട് ജീവനക്കാരിയായ യുവതി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. ഇതൊരു ആത്മഹത്യയാണ് എന്നും പക്ഷേ ഇതിൽ അസ്വാഭാവികതകളുണ്ട് എന്നും ദുരൂഹതയുണ്ട് എന്നുമൊക്കെ കാണിച്ചുകൊണ്ട് ഈ മേഘ മധു എന്ന യുവതിയുടെ ബന്ധുക്കൾ പോലീസിലും IBയിലും പരാതി നൽകിയിരുന്നു. കാരണം പഠിക്കാൻ സമർത്ഥയാണ് ഈ കുട്ടി, വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഈ കുട്ടിയുടെ അച്ഛൻ ITI റിട്ടയേർഡ് പ്രിൻസിപ്പലാണ്, അമ്മ പാലക്കാട് കളക്ടറേറ്റിൽ ജീവനക്കാരിയാണ്, ഏക മകളാണ്. കുടുംബത്തിൽ സാമ്പത്തികമായോ മറ്റ് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അലട്ടിയിരുന്ന കുട്ടിയായിരുന്നില്ല എന്ന് മാത്രമല്ല പഠിക്കാൻ വളരെ മിടുക്കിയും സമർത്ഥയുമായിരുന്നുവെന്നും 25 വയസ്സിനുള്ളിൽ ജോലി സമ്പാദിച്ച കുട്ടിയായിരുന്നുവെന്നുമൊക്കെ ഈ കുട്ടിയുടെ അമ്മാവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് വലിയ തോതിലുള്ള സംശയങ്ങളുണ്ട് എന്നും അത് ദൂരീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമ്മാവനും അടുത്ത ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയത്. ഈ കുട്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ഫോൺ ട്രെയിൻ കയറി പാടെ തകർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടാണ് സംസാരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ കുട്ടിക്ക് IB സെക്ഷനിൽ തന്നെ, എയർപോർട്ടിൽ തന്നെ IB സെക്ഷനിലുള്ള ഒരു യുവാവുമായി, മലപ്പുറംകാരനായ യുവാവുമായി പ്രണയമുണ്ടായിരുന്നുവെന്നും 6-7 മാസമായി ഉണ്ടായിരുന്ന പ്രണയം എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് തകർച്ചയിലായിരുന്നു എന്നുവെന്നും ഇതിൻ്റെ മനോവിഷമമാണ് ഈ മേഘയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമാണ്. ആരാണ് ഈ യുവാവ് എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായിരുന്നു ഇവർ ഫോണിൽ സംസാരിച്ചത് എന്നും ഈ ഫോണിൽ സംസാരിച്ചതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്തിനാണ് ഈ പെൺകുട്ടി മേഘ മധു ആത്മഹത്യയിലേക്ക് നടന്നെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിക്കൂ. അതുമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം. ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ പ്രണയത്തിലായ യുവാവ് എന്നാൽ മേഘയുമായി ഇപ്പോൾ അകലാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്.